ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 21 ദിവസത്തെ സെൽഫ് ലവ് പ്രാക്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 2 പ്രാക്ടീസാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ണാടിയെ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ ആ കണ്ണാടിയെ നമ്മുടെ സുഹൃത്താക്കുകയാണ്. ഈ മിറർ വർക്ക് കൂടാതെ നമ്മൾ അടിഞ്ഞുകൂടിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചില വിശ്വാസങ്ങളെ നീക്കം ചെയ്യാനുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് ചെയ്യുന്നു. നമ്മൾ നമ്മളെ കൂടുതൽ സ്നേഹിക്കാനും ആരാധിക്കാനും പഠിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ തന്നെ മാറ്റമുണ്ടാകുന്നതായി കാണാം. കണ്ണാടിയിൽ നോക്കിയിട്ടുള്ള നിങ്ങളുടെ സംസാരം നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ മാറ്റി പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. താമസിയാതെ നിങ്ങൾ പറയുന്ന അഫർമേഷനുകളെല്ലാം യാഥാർത്ഥ്യമാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ പേര് വിളിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നിങ്ങൾ നിങ്ങളെ നിരുപാധികം സ്നേഹിച്ചിട്ടില്ല. എന്നാലും ഈ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇനി ഇന്നത്തെ പ്രാക്ടീസിലേക്ക് കടക്കാം. നിങ്ങൾ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുക, കണ്ണുകളിലേക്ക് നോക്കുക. വളരെ ശാന്തമായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നിങ്ങളുടെ പേര് വിളിച്ചിട്ട് പറയുക. ഉദാഹരണം, ആശ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ആശ, ഞാൻ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നു. ആശ, I love you. I really love you. കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് ആവർത്തിച്ചു പറയുക. ഇത് ഈ ദിവസം 100 തവണയെങ്കിലും ആവർത്തിച്ചു പറയാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ ഓരോ പ്രാവശ്യവും കണ്ണാടിയുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ആവർത്തിക്കണം. ഇനി ജേർണലിംഗ് ചെയ്യാം. അതിനായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക. അതിൽ നിങ്ങൾ ഇന്ന് എഴുതേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുകയും എന്നാൽ അത് ലഭിക്കാതിരിക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് എഴുതുക. നിങ്ങൾ വളർന്നു വന്നപ്പോൾ നിങ്ങളുടെ അർഹതയുടെ മാനദണ്ഡം എന്തായിരുന്നു? അതായത് നന്നായിട്ട് പഠിച്ചാൽ അമ്മ ഇന്നത് വാങ്ങിത്തരും, നല്ല മാർക്ക് വാങ്ങിച്ചാൽ അവിടെ കൊണ്ടുപോവാം. ഇങ്ങനെ എന്തെങ്കിലും കണ്ടീഷനുകൾ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവോ? തെറ്റ് ചെയ്തപ്പോൾ നിങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എടുത്തു മാറ്റിയിരുന്നുവോ? ഹോംവർക്ക് ചെയ്യാതിരുന്നതിന് നിങ്ങളെ TV കാണാൻ അനുവദിക്കാതിരുന്നിട്ടുണ്ടോ? അതുപോലെ ജീവിതം മതിയായി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നിങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ അർഹതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതിനെപ്പറ്റി നിങ്ങൾക്ക് എഴുതാം. സന്തോഷിക്കാൻ അർഹതയുണ്ടോ? അതിനെപ്പറ്റിയും എഴുതാം. ഇങ്ങനെ നെഗറ്റീവായ പല വിശ്വാസങ്ങളും ചെറുപ്പത്തിൽ നമ്മളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇനി അഫർമേഷനാണ്. ഐ ആം ഡിസർവിങ്. എനിക്ക് അർഹതയുണ്ട്. കുട്ടിക്കാലത്തെ ചില സംഭവങ്ങൾ അടിഞ്ഞുകൂടി പലർക്കും പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ആഗ്രഹിക്കാൻ പോലും പേടിയാണ്. എനിക്ക് ഒന്നിനും അർഹതയില്ല എന്നാണ് അവർ ചിന്തിക്കുക. എന്നാൽ നമുക്ക് എല്ലാം നല്ലതും ലഭിക്കാൻ അർഹതയുണ്ടെന്ന് നമ്മൾ ആഗ്രഹിക്കാത്തതാണ് തെറ്റ്. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് വിശ്വാസങ്ങൾ നമ്മളിൽ നിന്നും മാറിപ്പോകുന്നതിന് വേണ്ടി ഇന്ന് പറയേണ്ട അഫർമേഷൻ ഐ ആം ഡിസർവിങ്. എനിക്ക് അർഹതയുണ്ട്. അടുത്തതായി മെഡിറ്റേഷനാണ്. സ്വസ്ഥമായ ഒരു സ്ഥലത്ത് നട്ടെല്ല് നിവർത്തി കണ്ണുകൾ പതിയെ അടച്ച് വളരെ ശാന്തമായി ഇരിക്കുക. ഇനി നിങ്ങൾ ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് നിൽക്കുന്നതായി സങ്കല്പിക്കുക. അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നിങ്ങൾ റിലീസ് ചെയ്യുകയാണ്.
പഴയ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ഇവയൊക്കെ നിങ്ങളിൽ നിന്ന് താഴേക്ക് വീഴുന്നതായി മനസ്സിൽ കാണുക. അതിനുശേഷം 2 കൈകളും മലർത്തിപ്പിടിക്കുക. എന്നിട്ട് പറയുക, ഞാനൊരു പുതിയ നല്ല മാറ്റത്തിനായി എല്ലാ നന്മകളും സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ പുതിയ ഒരു നല്ല മാറ്റത്തിനായി എല്ലാ നന്മകളും സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ പുതിയ ഒരു നല്ല മാറ്റത്തിനായി എല്ലാ നന്മകളും സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയി മാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളിപ്പോൾ മനസ്സിൽ കാണുക. നിങ്ങൾ സമാധാനത്തോടും ആരോഗ്യത്തോടും ഇരിക്കുന്നതായി മനസ്സിൽ കാണുക. നിങ്ങളിൽ സ്നേഹം നിറയുന്നതായി കാണുക. നിങ്ങളിലേക്ക് സ്നേഹം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ഈ ലോകത്തുള്ള എല്ലാവരിലേക്കും വ്യാപിക്കുന്നതായി ഇപ്പോൾ മനസ്സിൽ കാണുക. നിങ്ങളിൽ നിന്ന് എല്ലാവരിലേക്കും സ്നേഹം വ്യാപിക്കുകയാണ്. ഈ സ്നേഹം പല മടങ്ങായി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായി മനസ്സിൽ കാണുക. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് കൂടി ഈ നല്ല ചിന്തകൾ അയക്കുക. ഈ നല്ല ചിന്തകളും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായി കാണുക. ഈ ഭൂമി മുഴുവൻ സ്നേഹം കൊണ്ട് നമുക്ക് നിറയ്ക്കാം. ഭൂമിയിൽ മുഴുവൻ സമാധാനവും സ്നേഹവും നിറയുന്നതായി മനസ്സിൽ കാണാം. അങ്ങനെ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി കുറച്ചു നേരം കൂടി ഇരിക്കാം. അതിനുശേഷം പതുക്കെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറക്കാം. ഇതോടുകൂടി ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.